ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങൾ സമാധാനപരമായി അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ പാക് അഫ്ഗാൻ അതിർത്തി സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ്. അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 5 അഫ്ഗാൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി അറിയിച്ചിരിക്കുകയാണ് താലിബാൻ വക്താവ് സബിയുള്ള മുജാഹിദ്. 4 സിവിലിയന്മാരും 1 സൈനികനുമാണ് കൊല്ലപ്പെട്ടത്. 4 പേർക്ക് പരിക്കേറ്റു. കാണ്ഡഹാർ പ്രവിശ്യയിലെ സ്പിൻ ബോൾഡക് ജില്ലയിലാണ് ആക്രമണം ഉണ്ടായത്. ചമൻ അതിർത്തിയിൽ അഫ്ഗാൻ സൈനികർ ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വക്താവ് പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതോടെയാണ് തിരിച്ചടിച്ചതെന്ന് താലിബാൻ വക്താവ് സബിയുള്ള മുജാഹിദ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കാൻ സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ച നടക്കുന്നതിനിടെയാണ് ആക്രമണം. ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ അതിർത്തി സംഘർഷത്തിൽ സൈനികരുൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു. വീടുകൾക്ക് സമീപം മോട്ടോർ വെടിയുണ്ടകൾ പതിച്ചതിനാൽ കുടുംബങ്ങൾ വീടുകൾക്കുള്ളിൽ അഭയം പ്രാപിച്ചതായി പാകിസ്ഥാൻ പക്ഷത്തുള്ള ആളുകൾ പറഞ്ഞു. 2021 താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പാകിസ്ഥാനിലെ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ പാകിസ്ഥാൻ താലിബാൻ ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കാബൂൾ അഭയം നൽകുന്നുണ്ടെന്ന് ഇസ്ലാമാബാദ് ആരോപിച്ചിരുന്നു. ആരോപണങ്ങൾ കാബൂൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഖത്തറും തുർക്കിയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഒക്ടോബറിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ 70-ലധികം പേർ കൊല്ലപ്പെട്ടു. അതിനുശേഷം ദോഹയിലും ഇസ്താംബൂളിലും നടന്ന ചർച്ചകൾ ശാശ്വതമായ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിർത്തി ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സഹായ വിതരണത്തിനായി ചാമനിലെ അതിർത്തി ഭാഗികമായി വീണ്ടും തുറക്കുമെന്ന് പാകിസ്ഥാൻ അടുത്തിടെ പ്രഖ്യാപിച്ചു. ഏറ്റവും പുതിയ ഏറ്റുമുട്ടൽ ആ തീരുമാനത്തെ ബാധിക്കില്ല എന്ന് പാകിസ്ഥാൻ വക്താവ് സെയ്ദി AFPയോട് വ്യക്തമാക്കി. മാനുഷിക സഹായം പ്രത്യേകമായി തുടരുമെന്ന് കൂട്ടിച്ചേർത്തു. മാത്രമല്ല, കഴിഞ്ഞ മാസം ഇസ്ലാമാബാദിലെ അതിർത്തി പ്രദേശത്ത് 9 കുട്ടികൾ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ട വ്യോമാക്രമണത്തെക്കുറിച്ച് കാബൂൾ ആരോപിച്ചു. പാകിസ്ഥാൻ അവകാശവാദം നിഷേധിച്ചു. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം നവംബർ 28-ന് മുന്നറിയിപ്പ് നൽകിയത് സ്വന്തം മണ്ണിൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്നതിനാൽ വെടിനിർത്തൽ നിലനിൽക്കില്ല എന്നാണ്. സഹായ വിതരണത്തിനായി അതിർത്തി ഭാഗികമായി വീണ്ടും തുറക്കുമെന്ന് പാകിസ്ഥാൻ ഈ ആഴ്ച ആദ്യം പറഞ്ഞിരുന്നു. ചാമനിലെ ക്രോസിംഗ് ഐക്യരാഷ്ട്രസഭ ഏജൻസികൾ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിതരണം എപ്പോൾ ആരംഭിക്കുമെന്ന് വ്യക്തമല്ല. എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വക്താവ് സെയ്ദി AFPയോട് പറഞ്ഞു, സഹായ വിതരണം വ്യത്യസ്തമാണെന്നും ഏറ്റവും പുതിയ സംഘർഷം ആ തീരുമാനത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.